പലപ്പോഴും നല്ല ആശയം ഉണ്ടാകും, നല്ല ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. പക്ഷേ ഇന്നത്തെ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളിൽ നിന്ന് ഉയർന്നു വരാൻ കഴിയാത്തതിൻ്റെ അവർ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് കണ്ടെത്താൻ എന്താണ് എവിടെയാണ് പോകേണ്ടത് എന്ന് അറിയാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ, അവരിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇത് രണ്ടും നടന്നു കഴിഞ്ഞാൽ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോവുകയും അത് നമ്മളെ തേടി വന്നതാണെന്ന് പറയുന്നതല്ലേ കൂടുതൽ ശരി? നമ്മൾ തേടി വന്നതാണ് ഉറപ്പായിട്ടും. ഈ ഫണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ബിസിനസ്സിലേക്ക് അവർക്കൊരു ഐഡിയ ഉണ്ടായി അവർക്കത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് ഒരു പരിധിവരെ നമ്മുടെ മാതാപിതാക്കൾ ഒരു കാരണക്കാരാണ്. നമ്മുടെ മാതാപിതാക്കൾ എല്ലാവരും മക്കളെ ഒരു സേഫ് സോണിൽ നിർത്താനാണ് താല്പര്യപ്പെടുന്നത്, അല്ലേ? ഞാനായാലും നിങ്ങളായാലും എല്ലാവരും നമ്മുടെ മക്കൾ എപ്പോഴും സേഫ് സോണിലായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ നമുക്കറിയാവുന്ന ചില പരമ്പരാഗത വഴികളുണ്ട്, ആ വഴികളിലൂടെ നടക്കാനാണ്. എന്നാൽ കുട്ടികൾ വന്ന് വീട്ടിൽ വല്ല എനിക്ക് ഇങ്ങനെ ഒരു സാധനം തുടങ്ങാൻ പോവുക ഞാനെന്ന് പറഞ്ഞാൽ എത്ര പേരെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ഇന്നൊരു കോളേജ് ക്ലാസ് എടുത്ത് രാവിലെ വരുന്നു, അവിടെ ഒരു കുട്ടി ചോദിച്ച ചോദ്യം അതാ. ഞാൻ എൻ്റെ സ്വപ്നവുമായിട്ട് എൻ്റെ വീട്ടിൽ പറയുമ്പോൾ നീ അതിനൊന്നും പോണ്ട, നീ ഇങ്ങോട്ട് പോകുന്ന പറയണമെന്ന് പറഞ്ഞു. വീട്ടുകാരാണ് തീരുമാനിക്കുന്നത്. അങ്ങനത്തെ ഒരു അതെന്തുകൊണ്ട് വീട്ടുകാരുടെ കുറ്റം കൊണ്ടല്ല, അവർക്ക് അറിയാവുന്ന ഇതൊക്കെ ഉള്ളൂ. പണ്ടത്തെ നമ്മുടെ മാതാപിതാക്കളുടെ നോട്ടത്തിൽ ഒന്നെങ്കിൽ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, CA-കാരനോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇതല്ലാണ്ട് വേറെ രക്ഷപ്പെടുന്ന വഴിയില്ലെന്നാണ് അവരുടെയൊക്കെ മനസ്സിലിരിക്കുന്നത്. ആ കാലമൊക്കെ മാറി എന്നത് അവർ ആദ്യം തിരിച്ചറിയണം. എന്നിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളുടെ വരവറിയാൻ പറയില്ല, ഇവനൊരു ബിസിനസ് റിസ്ക് എടുക്കാൻ മനസ്സുള്ളവനാണോ, പുതിയ ഐഡിയ കൊണ്ടുവരുന്നവനാണോ എന്നൊക്കെ കുട്ടികളുടെ വളർച്ചയുടെ കൂട്ടത്തിൽ നമുക്കറിയാൻ പറ്റും. എന്നിട്ട് അവരെ അതിന് ആദ്യം വീട്ടുകാരതിനൊന്ന് അവരുടെ കൂടെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഫണ്ടിങ് ഇന്നത്തെ കാലത്തൊരു വലിയ വിഷയമേ അല്ലെന്നാണ് എൻ്റെ ധാരണ. ഇതിപ്പോൾ പറയുമ്പോൾ ആൾക്കാർ പറയും അയാൾക്ക് അവിടെ ഇരുന്ന് പറയാം അയാൾക്ക് കോടിക്കണക്കിന് രൂപ അടക്കില്ലെന്ന് പറയും. ഒരു കോടിയില്ലാത്ത കാലം തുടങ്ങിയ ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയാം, ഞാൻ ആദ്യം ബിസിനസ് തുടങ്ങിയാൽ ധരിച്ചിരുന്നതേ, ഞാൻ ബിസിനസ് തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ ആധാരം കൊണ്ട് ബാങ്കിൽ പണയം വെച്ചാൽ പൈസ കിട്ടും. ബിസിനസ് നന്നായി ലാഭം കിട്ടിയാൽ എനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ അതുകൊണ്ട് ബാങ്ക് പോകും. ഇതായിരുന്നു എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ബിസിനസ്. എൻ്റെ മുമ്പിലല്ല, അന്ന് എല്ലാവരുടെ മുമ്പിൽ അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്നെ ഈ സീറ്റ് തുടങ്ങി ഫോബ്സൊക്കെ വന്നു. ഫോബ്സിൽ വന്നു കഴിഞ്ഞിട്ട് VC സർക്കിൾ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പോർട്ടൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു. ഒരു മലയാളി പയ്യനാണ് വന്നത്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് അവനാണ് എന്നോട് പറഞ്ഞത്, ചേട്ടൻ നോക്കിയോ, ഇത് ഭയങ്കര ഐഡിയയാണ്, ഇന്നോവേറ്റീവ് ഐഡിയയാണ്, പൈസ ആയിക്കോട്ടെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാനോടത്ത് ഇവനെന്തോ തട്ടിപ്പോറ്, ഇപ്പം നമ്മൾ ഈ സൈബർ തട്ടിപ്പെന്നൊക്കെ പറഞ്ഞാൽ വല്ല തട്ടിപ്പോറ്, ആരുടെ പൈസ ആയിക്കോട്ടെ വന്നെന്നും പറഞ്ഞ് ഞാനിങ്ങനെ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ഗൂഗിളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പതിയെ നോക്കുമ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിങ്, വെഞ്ചർ ക്യാപിറ്റൽ, ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞ് കാണാം. പിന്നെ ഞാൻ ഫ്രഷ് ടു ഹോമിൽ നമ്മുടെ ഷാനൊക്കെ വന്നു കഴിഞ്ഞാൽ, ഷാൻ 7 വർഷം US-ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ അടുത്തയാളാണ്. ഇങ്ങനത്തെ പല കമ്പനികളെയും പരിചയമുള്ള ആളാണ്. പക്ഷേ ഇതൊന്നും കൊണ്ട് നമുക്ക് ഫണ്ട് വരികയില്ല. നമ്മുടെ ഫണ്ട് വരണമെങ്കിൽ നമ്മൾ തുടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനം അത് നാളെ ഞങ്ങൾ 100 രൂപ ഇട്ടാൽ 200 രൂപ തിരിച്ചു പോകാൻ പറ്റുമോ, അതിനുള്ള ടീമാണോ അവരുടേത്, അതിനുള്ള മേഖലയിലാണോ അവർ ഇറങ്ങിയിരിക്കുന്നത് തുടങ്ങി നമ്മൾ പഠിക്കുന്നതിനേക്കാളും വളരെ വ്യക്തമായി നമ്മുടെ ബിസിനസ് പഠിക്കുന്നവർ ലോകത്തുണ്ട്. ഇത് ഗ്രോ ചെയ്യാനുള്ള ഒരു സാധ്യത എല്ലാവരും പഠിക്കും. ഇപ്പം നമ്മുടെ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഏറെ വളരാനുണ്ടെന്ന് തോന്നുന്നില്ലേ? ഉറപ്പായിട്ടും. നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവർ നമ്മളോട് പറയും നിങ്ങളുടെ ബിസിനസ് ഇനി ഇന്നത് ചെയ്യണമെന്ന് അവർ പറയും. അല്ല, നിങ്ങൾ ഇന്ന ചെയ്തിട്ടുണ്ട്, അത് ശരിയായില്ല, അല്ല ഇത് ശരിയായി. അവർ അത്രയും അധികം പഠിക്കുന്നുണ്ട്. അവർ ഇങ്ങനെ പഠിച്ചിട്ടാണോ ഗൂഗിളും ആമസോണും എല്ലാം ഇങ്ങോട്ട് വരുന്നത്? എല്ലാവരും ഉറപ്പായിട്ടും. ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ തോന്നലാണ്. ഫ്രഷ് ടു മാത്രമൊന്നുമല്ല, ഞങ്ങളെ 3rd റൗണ്ട് ഫണ്ടിങ്ങിൽ ബോംബെയിൽ വെച്ച് ഒരു ഇൻവെസ്റ്റേഴ്സ് വന്നിരുന്നു. അവർ ബോംബെയിലെ ഫാക്ടറിയിൽ വന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പോകാൻ നേരത്തെ എന്നോട് കേരളത്തിലെ 3 സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് ചോദിക്കുകയാണ്. ഞാൻ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ ആയിട്ട് വളരെ അടുത്തിടപഴകുന്ന ഒരാളാണ്. ഒരുമാതിരി സ്റ്റാർട്ടപ്പുകളെ കുറിച്ചൊക്കെ എനിക്കറിയാം. ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത 3 സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് അമേരിക്കയിൽ നിന്നാൾ എന്നോട് ചോദിക്കുന്നു. അവരുടെ ആ കമ്പനിയുടെ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ $1 ട്രില്യൺ അവരുടെ ഫണ്ട്. 1 ട്രില്യൺ. അത്രയും വലിയ ഫണ്ടുള്ള കമ്പനികൾ ലോകത്തിരിപ്പുണ്ട് നമ്മളെയൊക്കെ നോക്കി. അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ആ കമ്പനി എങ്ങനെയുണ്ടെന്ന് എന്നോട് വേണ്ടത്. അവർക്ക് വേണ്ടത് 1 നമ്മുടെ നല്ലൊരു ടീം, 2 നമ്മുടെ ഐഡിയ ഇന്നോവേറ്റീവ് ആണോ, ഇത് വളരുമോ, അതിനുള്ള സാധ്യതകളുണ്ടോ, 3 നമ്മുടെ സുതാര്യമായ ബുക്കുകളും കാര്യങ്ങളും. അങ്ങനെയുള്ളൊരു ഫ്യൂച്ചറിനെ കുറിച്ചും ഇന്നലെ വരെ വന്നതിനെക്കുറിച്ചും എല്ലാം അവർ പഠിക്കും. പഠിച്ചിട്ട് ഞാൻ 100 രൂപ ഇട്ടാൽ നാളെ 200 രൂപ തിരിച്ചു പോകാം എന്ന് അവനൊരു ഉറപ്പ് കിട്ടിയാൽ മതി, അവൻ പൈസ ഇടും. അല്ലാതെ അത് ഇപ്പോൾ എൻ്റെയോ ഷാൻ്റെയോ ഞങ്ങളുടെ കോഫൗണ്ടേഴ്സ് ആരുടെ അളിയന്മാരൊന്നും അല്ല ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒന്നും. മനസ്സിലായി, അവർ പൈസ ഇടുന്നത് അവർ നമ്മളെക്കുറിച്ച് പഠിച്ച് ഇത് ഞങ്ങൾ ഇട്ടാൽ ഞങ്ങൾക്ക് ഇതിന് ലാഭകരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഞങ്ങൾക്ക് പൈസ കിട്ടും
എന്നുറപ്പിലാണ് അവർ കൊണ്ടുവന്നിരുന്നത്. ഇപ്പം ആരൊക്കെ എത്ര ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കമ്പനിയിൽ നടത്തിയിട്ടുണ്ട്? ഇപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് നമ്മൾ ഏകദേശം 2500 കോടിയിലധികം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഗൂഗിൾ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അമേരിക്കൻ ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, ദുബായ് ഗവൺമെൻറ് ഉണ്ട്, അബുദാബി ഗവൺമെൻറ് ഉണ്ട്, ദുബായിൽ അൽഗുറൈർ ഗ്രൂപ്പ് ഉണ്ട്, ലാസ്റ്റ് റൗണ്ടിൽ ആമസോണും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നല്ല ആശയവും നമ്മൾ പറഞ്ഞ ഒരു പ്രതീക്ഷ കൊടുക്കാൻ കഴിയുമെങ്കിൽ കേരളത്തിലെ ഏതൊരു സ്റ്റാർട്ടപ്പിനും സാധ്യമായതാണ് ഇത്തരത്തിലൊരു ഫണ്ടിങ് കൊണ്ടുവരാൻ. എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ലോകത്ത് കുറേ രാജ്യങ്ങളിലൊക്കെ പോവുകയും അവിടെ ആൾക്കാരെ കാണുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്കുള്ളത്രയും കോമൺ സെൻസും ചില കാര്യങ്ങളുണ്ടല്ലോ, അത് ഭയങ്കരമാണ് നമ്മുടേത്. അപ്പം നമ്മുടെ ആൾക്കാർക്ക് വേണ്ട ബാക്കി ട്രെയിനിങ് കൂടി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതിലൊരു സംശയമില്ല. ഇന്ന് ലോകം ഭരിക്കുന്ന പല ബ്രാൻഡുകളുണ്ട് അല്ലേ, ഒന്നും ഇന്ത്യയിൽ നിന്നുള്ളതല്ല. ഇപ്പം ഞങ്ങൾ മീൻ കച്ചവടത്തിലൊരു ചെറിയ ബ്രാൻഡ് ഉണ്ടാക്കിയിട്ട് പോലും ഇവിടം വരെയൊക്കെ എത്താൻ പറ്റി. അപ്പോൾ ലോകം ഭരിക്കുന്ന ചില ബ്രാൻഡുകൾ നമ്മുടെ രാജ്യത്ത് നിന്നുണ്ടാകാനുള്ള, അതും കേരളത്തിൽ നിന്നുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഇന്നിവിടെ ഉണ്ട്. അതിനുള്ള ബലവും ശക്തിയുള്ള അടുത്ത തലമുറ വരുന്നുണ്ട്. അല്ല, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിൽ പൊതുവെയും ഹ്യൂമൻ റിസോഴ്സ്, നമ്മളുടെ യുവാക്കളും നമ്മളുടെ മാനവിക വിഭവശേഷിയും വളരെ വലുതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾ കൂടി സർക്കാരിൻ്റെ സഹായം കൊണ്ടായാലും അത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള വലിയ ബിസിനസ്സുകൾ ഇവിടെ നിന്ന് വളരുകയുള്ളൂ. ഇപ്പം ഫ്രഷ് ഹോമിൻ്റെ കഥയിൽ തന്നെ ഇവിടുത്തെ റോഡും ഇവിടുത്തെ എയർപോർട്ടും അടക്കം നമ്മളുടെ വളർച്ചയിൽ ഒരു വലിയ ഘടകമായിട്ടില്ലേ? ഉറപ്പായിട്ടും. നമ്മൾ പറയില്ലേ, അത് എൻ്റെ മാത്രം പേഴ്സണൽ കാര്യം പറയുക. പൈലോക്കോയിലോ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ ആഗ്രഹം തീക്ഷ്ണമാണെങ്കിൽ ലോകം അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുക്കിയ കൂട്ടത്തിലാണ് കൊച്ചിൻ എയർപോർട്ട് വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം കൊച്ചി ആകാശം തുറക്കാനാണ് ബിസിനസ് വലുതാണ്, എനിക്ക് വേണ്ടി തുടങ്ങിയതാണ്. ഞാൻ ആദ്യം കച്ചവടം ചെയ്തപ്പോൾ നമ്മുടെ വൈറ്റില അരൂർ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ കച്ചവടം അത്രയും സ്മൂത്തായിട്ട് പോവുകയില്ലായിരുന്നു. ആ ബൈപ്പാസ് എനിക്ക് വേണ്ടി തുടങ്ങിയതാണെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് യൂണിവേഴ്സ് പ്രപഞ്ചം കോൺസ്പയർ ചെയ്തതാണ്. വേണമെങ്കിൽ കണ്ടു നിൽക്കണോ അതോ എൻ്റെ ഭാഗ്യം എന്ന് പറയാം. വീട്ടിൽ കിടന്ന് ഉറങ്ങണവൻ്റെ കട്ടിലേ ഒന്നും ഭാഗ്യം ഇരിക്കുമൊന്നുമില്ല. നമ്മളൊന്നിൻ്റെ പുറകെ അലഞ്ഞു തിരിയുമ്പോൾ നമുക്ക് വന്ന് കിട്ടുന്ന ചിലതിനെയാണ് കണ്ടു നിൽക്കുന്നതിന് ഭാഗ്യം എന്നാണ് പറയാവുന്നത് അല്ലേ? ബെന്യാമിൻ്റെ ഒരു നോവലുണ്ട്, നിശബ്ദ സഞ്ചാരങ്ങൾ, ഒന്ന് വായിച്ചു നോക്കണം. അതിനകത്ത് പുള്ളി പറയുന്നുണ്ട്, നിങ്ങൾ ഈ ജീവിതത്തിനെ ഇരുള് പിടിച്ച വളവിലൂടെ നിങ്ങൾ നടന്നു പോയിക്കോളൂ, ഏതെങ്കിലും ഒരു വളവിൽ നിങ്ങൾക്കൊരു മെഴുകുതിരി വെട്ടാൻ കാത്തിരിപ്പുണ്ടാവും, ഒരു സംശയമില്ലത്. അതിനെ വേണമെങ്കിൽ കണ്ടു നിൽക്കുന്നതിന് അതവൻ്റെ ഭാഗ്യം എന്ന് പറയാം. ഭാഗ്യവാൻ നടന്നു പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവന് കിട്ടിയല്ല. അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയും പ്രയത്നിച്ചാൽ അതൊരു വഴിയെ വരും എന്ന കാര്യത്തിൽ സത്യമാണ്. പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇപ്പോഴും സ്വയം പര്യാപ്തത്തിൽ എത്തിയിട്ടില്ല ഒന്നിലും. ഇപ്പം ഞങ്ങളുടെ സീ ഫുഡിനെ കുറിച്ച് ഞാൻ പറയാം. മീനായാലും മീറ്റായാലും അല്ലെങ്കിൽ നമ്മുടെ പഴങ്ങളായാലും പച്ചക്കറികളായാലും ഇന്ത്യയിലൊരു ഡാറ്റ വെച്ചിട്ട് 20 to 30% പ്രൊഡക്ഷൻ പോയിന്റിൽ നിന്ന് എൻ്റെ കസ്റ്റമർ അടുത്ത് വരുന്നതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ് നമ്മുടെ കണക്ക് ഡാറ്റ. അതായത് വേസ്റ്റായി പോകുന്നു, ഉപയോഗിക്കാൻ പറ്റാതെ ഉപയോഗശൂന്യമായി പോകുന്നു. അപ്പോൾ ഫ്രഷ് ടു ഹോം ഇത്രയും ചിലവും ഞങ്ങൾ ഇത്രയും ഫാക്ടറികളും തൊഴിലാളികളും ഉണ്ടായിട്ടും ഇപ്പോഴും ഇങ്ങനെയെങ്കിലും നമുക്ക് ഈ റേറ്റിലെങ്കിലും ആൾക്കാർ കൊടുക്കാൻ പറ്റുന്ന 2-3 കാര്യങ്ങൾ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഫ്രഷ് ടു ഹോമിൻ്റെ കഴിഞ്ഞ വർഷത്തെ വേസ്റ്റേജ് എന്ന് പറയുന്നത് 1.5 to 3% ഉള്ളൂ. 30% ഉള്ളിടത്താണ് ഞങ്ങൾ ഇത്രയും ചെറിയ ശതമാനം കുറച്ചത്. അത് ആ കുറവ് ഞങ്ങളുടെ ഈ റേറ്റിനെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫണ്ടിങ്ങിൻ്റെ വലിയൊരു ശതമാനം ഞങ്ങൾ മുടക്കിയിരിക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. കോൾഡ് ചെയിൻ ബ്രേക്ക് ചെയ്യാതെ എൻഡ് കസ്റ്റമർ അടുത്ത് വരെ എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവഴിച്ചിട്ടുള്ളത്. അതിപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവിടെ ഒരു സാധാരണ ജംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ വിൽക്കാനിരിക്കുന്ന മീൻകാരനെ കൊണ്ട് പറ്റിയല്ല. അവന് നമ്മൾ ഗവൺമെൻറ് ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ പ്രൊവൈഡ് ചെയ്യണം. അല്ലാതെ അവൻ ഒരു കച്ചവടക്കാരനെ കൊണ്ട് ഒരു കടക്കാരനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഒരുപക്ഷെ ഈ 30% നഷ്ടം എന്നുള്ളത് ഒരു 10%-ലേക്കോ 5%-ലേക്കോ കുറയ്ക്കാൻ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുടെ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ സഹായം കൊണ്ട് കഴിയുമായിരിക്കും. ഉറപ്പായിട്ടും കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഒരുപക്ഷെ ഇതിൻ്റെ ആദ്യത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ്, അവരുടെ ഒരു നേട്ടം കൂടി വാസ്തവത്തിൽ അപ്പോൾ കുറച്ചുകൂടി അവർക്ക് കൊടുക്കാനും കമ്പനികൾക്ക് സാധിക്കില്ലേ? പിന്നെ കമ്പനികൾ മാത്രമല്ല, ഇപ്പം ഞാൻ ഈ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ഫിഷറീസിൻ്റെ കേന്ദ്രത്തിലെ ടാസ്ക് ഫോഴ്സ് മെമ്പറാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ പുതിയൊരു പ്രൊജക്റ്റ് ഗവൺമെൻറ് മുമ്പിൽ വെച്ചിരിക്കുന്നൊരു സജഷൻ തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവസാനം ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുണ്ട് അതിൽ. അപ്പോൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് കൊച്ചിയിലും മുനമ്പത്തും ചെല്ലാനത്തും ഒക്കെ CAയുടെ ആൾക്കാർ വന്നിരുന്നു. എന്നിട്ട് ഈ
ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ബോട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ആയിട്ട് ഒരു മീറ്റിംഗ് നടത്തി. ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്തു, എല്ലാവരുമായിട്ട് സംസാരിച്ചു. ഒരു ചിൽ റൂം ആ ഹാർബറുകളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ കേട്ടില്ല ചില ദിവസങ്ങളിൽ മത്തി ഒന്ന് കൂടിയിട്ട് വില കുറഞ്ഞു പോയി, 30 രൂപയായിപ്പോയി, 20 രൂപയായിപ്പോയി, 2 ദിവസം കഴിയുമ്പോൾ അതേ മത്തിക്ക് 350 രൂപ. അപ്പം നമുക്ക് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഇത് സൂക്ഷിച്ച് വെക്കാൻ യാതൊരു ഫെസിലിറ്റികളും ഇല്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ഒരു പ്രൈവറ്റ് കച്ചവടക്കാരനാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഹോൾസെയിലർ ആണെങ്കിൽ അവൻ ഇതെടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും, അന്നേരമാണ് ഈ കെമിക്കലും സാധനമൊക്കെ ചേർക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ ഇത് കേടുകൂടാതിരിക്കാൻ ഈ ഒട്ടുമിക്ക സ്വകാര്യ കമ്പനികളുടെ കയ്യിൽ പോലും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളില്ല അല്ലേ? എക്സ്പോർട്ടിങ് കമ്പനിയുടെ കയ്യിലുണ്ട്. അല്ലാതെ ഇപ്പൊ നമ്മളും മനുഷ്യൻ മേടിക്കുന്ന ഇപ്പൊ സീ ഫുഡ് ഇൻഡസ്ട്രിയിലെ 97% ഇപ്പോഴും അൺഓർഗനൈസ് സെക്ടറാണ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ മീൻ കച്ചവടം. ആ 97% ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾ ഗവൺമെന്റിൽ വെച്ചിരിക്കുന്ന ഒരു സജഷനിൽ ഇതാണ്, ഈ ഹാർബറുകളിലും ഏതെങ്കിലും 1-2 മാർക്കറ്റുകളിലും നമ്മൾ ഈ ചിൽ റൂമുകളെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ട്, നമ്മൾ ദുബായിലൊരു മാർക്കറ്റിൽ പോകും, ലോകത്തിലെ എല്ലാ മാർക്കറ്റിലും ഉണ്ട്, നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം ദുബായ് മാർക്കറ്റിൽ പോയാൽ കല്ലുകളെന്നാണ് പറഞ്ഞത്, അവിടെ വിൽക്കാൻ ആൾക്കാർ ഇരിക്കുന്നത്. ആ കല്ലുകളിൽ ഇന്നൊരു സാധനം വന്നിട്ട് ഇന്ന് വൈകുന്നേരം അവർക്ക് വിറ്റ് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അവിടെ തന്നെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചിൽ റൂം. ഈ സാധനം കൊണ്ട് അവർക്ക് ചിൽ റൂം വെക്കാം. അവരൊരു 1 കിലോയ്ക്ക് പൈസ കൊടുക്കണമായിരിക്കും, എന്നാലും അവർക്ക് പിറ്റേ ദിവസം രാവിലെ അത്രയും ഫ്രഷ് ആയ സാധനം വീണ്ടും അവിടെ കേടാവില്ല. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദുബായ് മാർക്കറ്റിൽ മീൻ മേടിക്കാൻ വന്നിരുന്ന ഒരു കസ്റ്റമറിനും ഒരു കെമിക്കലും ചേർത്ത മീൻ കിട്ടിയില്ല എന്ന അഷുറൻസ് ആണ് ആ പ്രസ്ഥാനം നമുക്ക് തരുന്നത്. അത് നമ്മുടെ ഏതെങ്കിലും മാർക്കറ്റിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ട്? സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കെമിക്കലും അമോണിയ പോലുള്ള കാര്യങ്ങൾ ചേർത്തിട്ടുള്ള 100% ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ ഫിഷിന്റെ കാര്യത്തിൽ മാത്രമല്ല, മീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ഫ്രഷ് കാര്യങ്ങളിലും നമ്മൾ എത്രയും വേഗം ഗവൺമെന്റ് അടിയന്തര ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടതാണ് ഇന്ത്യ മുഴുവൻ. അങ്ങനെ വന്നാൽ ഉണ്ടാകുന്നത്, നമ്മളൊരു പുതിയ പ്രൊഡക്ഷൻ നടത്തി വരുന്നതിനേക്കാളും വലിയൊരു ഡിഫറൻസ് നമ്മുടെ പ്രൊഡക്റ്റ് പോയിന്റ് മുതൽ എൻഡ് കസ്റ്റമറുടെ അടുത്ത് ഇപ്പം തന്നെ ഉണ്ടാവും. കാരണം 30% നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സാധനത്തിൽ 20% നമ്മുടെ കിട്ടിയാൽ പോരെ, നമ്മുടെ നില മാറിപ്പോയില്ലേ. ഇത് കൂടാതെ ഇതിപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റ്, സർക്കാർ നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കുറേ കാലങ്ങളായിട്ടുള്ള ഒരു ആക്ഷേപമാണ് കേരളം ബിസിനസ്സിന് പറ്റിയ അന്തരീക്ഷമില്ല, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബിസിനസ്സുകാരുടെ കഥ, ഒരുപക്ഷെ കേരളത്തിൽ വിജയിക്കുന്ന ബിസിനസ്സുകാരുടെ കഥകൾ പറയുന്നതിനേക്കാൾ കൂടുതൽ പലരും താല്പര്യം പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നതോ ആയ ബിസിനസ്സുകളുടെ കഥ പറയാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, താല്പര്യം കാണിക്കാറുണ്ട്. വാസ്തവത്തിൽ കേരളം ബിസിനസ്സിൻ്റെ കാര്യത്തിൽ എന്താണ് കേരളത്തിൻ്റെ ഭാവി? ഒറ്റവാക്കി പറഞ്ഞാൽ കേരളം ഒരു ബിസിനസ് സൗഹൃദ സംസ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റവാക്കിൽ ഉത്തരയില്ല. പക്ഷേ ഞാൻ ഒരു ഉത്തരം പറയാം, ബിസിനസ് ചെയ്ത് പഠിക്കാൻ ഇത്രയും നല്ല പാഠശാല നിങ്ങൾക്ക് ലോകത്ത് ഒരിടത്തും കിട്ടിയത് ഒരു സംശയമില്ല. നിങ്ങൾ കേരളത്തിൽ ബിസിനസ് ചെയ്താൽ പഠിച്ചെങ്കിൽ ലോകത്ത് എവിടെ പോയി നിങ്ങൾക്ക് സുന്ദരമായിട്ട് കച്ചവടം ചെയ്യാം. അതിനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഉണ്ട്. കാരണം നമ്മുടെ ഒരു ഇംഗ്ലീഷ് ചൊല്ലുണ്ട്, മൈൻഡ് ഇൻ ഇറ്റ്സ് ഒബ്സ്റ്റക്കിൾസ് ടു ഡെവലപ്പ് ഇറ്റ്സ് പവർ എന്നാണ്. മനസ്സിന് തടസ്സങ്ങളെ ആവശ്യമാണ് അതിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ. എല്ലാ ശക്തിയോടെ വർദ്ധിച്ചോളും. പിന്നെ നിങ്ങൾക്ക് എവിടെയും പോയി ആരും നേടാൻ പറ്റും. അത്ര വലിയ പ്രതിസന്ധികൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അത്തരം പ്രതിസന്ധികളുണ്ട്. ചിലതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മുടെ ചില ഉദ്യോഗസ്ഥ ലെവലുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഒരു കുഴപ്പം എന്താണെന്ന് പറയുക, നമ്മളെപ്പോഴും നെഗറ്റീവിനെ ഇങ്ങനെ വലുതാക്കും. അത് നമ്മുടെ മൊത്തത്തിലുള്ള സ്വഭാവമാണ്. അന്ന് എത്രയോ പോസിറ്റീവുകളുണ്ട്, അതിനെക്കുറിച്ച് വലുതാക്കാതെ എല്ലാ നെഗറ്റീവുകൾ മാത്രം ബോധിപ്പിക്കുമ്പോൾ നമ്മുടെ ധാരണ ഇവിടെ മുഴുവൻ അങ്ങനെയാണ്. അതില്ലെന്ന് പറയുന്നില്ല, അതിൻ്റെ കുഴപ്പങ്ങളും ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ നെഗറ്റീവുകളെ മാത്രം, അതിൻ്റെ ഒരു പ്രശ്നം എന്താ പറയുക, അത്തരം നെഗറ്റീവുകളെ മാത്രം ഒഴിപ്പിക്കുമ്പോഴേ എന്തെങ്കിലും ഇതിനകത്തേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ട് വരുന്ന ഒരു യുവത്വം ഉണ്ടല്ലോ, അവർ പയ്യെ ഇത് കേട്ടിട്ട് പിന്നോട്ട് മാറും. അപ്പോൾ അവരൊന്നെങ്കിൽ അവർ തന്നെ തുടങ്ങണ പോലും കേരളത്തിൽ തുടങ്ങേണ്ടി വരും. കേരളത്തിൽ ഉണ്ടായിരുന്ന വലിയ പഴയ ബിസിനസ്സുകാർ പലരും ഓരോ മാനുഫാക്ചറിങ് യൂണിറ്റുകൾ കേരളത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, എനിക്കറിയാം. അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അവർ നേരിട്ടത് അത്ര വലിയ വിഷമങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇന്ന് രാഷ്ട്രീയ പാർട്ടികളായാലും സർക്കാരായാലും എല്ലാത്തിനോടും നല്ലൊരു ആറ്റിറ്റ്യൂഡ് നിലനിർത്തുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറയാം, ഇപ്പം 100 ഉദ്യോഗസ്ഥന്മാരുണ്ട്, എല്ലാവരും ഒരേ സ്വഭാവത്തിരിക്കുകയല്ല. ഒരു 10% ആൾക്കാർ മതി എന്തെങ്കിലും നെഗറ്റീവ് കാണിച്ചാൽ നമ്മുടെ പലർക്കും വിഷമങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നമ്മൾ അത് മുഴുത്തുമായിട്ട് വരും. അതുകൊണ്ടാണ് അതെപ്പോഴും, പ്രത്യേകിച്ച് മലയാളിയുടെ കുഴപ്പമല്ല, അല്ലെങ്കിൽ തെരു പറയാനാണ് നമുക്ക് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് നമ്മളെ പ്ലസിനെ കാണാതെ നെഗറ്റീവിലേക്ക് മാത്രം നോക്കുമ്പോഴാണ് അത് കൂടുതലായി തോന്നുന്നത് എനിക്ക് തോന്നുന്നത്. ഈ സംസാരത്തിനിടയിൽ പലപ്പോഴും പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു മേഖല പോലും എനിക്കൊന്ന് പരിചയമാകുന്ന ഫ്ലിപ്കാർട്ടിൻ്റെ കാലത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. അന്ന് ഫ്ലിപ്കാർട്ട് ചെയ്തുകൊണ്ടിരുന്നതും പുസ്തക കച്ചവടമായിരുന്നു. ആ കാലം മുതൽ. അപ്പോൾ പുസ്തകത്തിനോട് എന്തെങ്കിലും പ്രത്യേക താല്പര്യം കൂടുതലുണ്ടോ? വായനയാണ് എന്നെ സംബന്ധിച്ച് വായനയും യാത്രയുമാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തിച്ചിട്ടുള്ളത്. അത് യാതൊരു സംശയമില്ല.
പുസ്തകങ്ങളും അല്ല വായനയും യാത്രയും തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. അതെ. ഞാൻ ഈ ഫ്ലിപ്കാർട്ടിനെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ സീറ്റുകൊന്ന് തുടങ്ങുമ്പോൾ എൻ്റെ മുമ്പിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഓൺലൈൻ കമ്പനി ഫ്ലിപ്കാർട്ടാണ്. അന്ന് പക്ഷേ ഫ്ലിപ്കാർട്ട് പുസ്തകങ്ങൾ മാത്രം വയ്ക്കുന്ന ഒരു കമ്പനിയാണ്. സച്ചിൻ ബിൻസാലും ബിന്നി ബിൻസാലും സ്കൂട്ടറിൽ പുസ്തകങ്ങൾ കൊണ്ടുപോയി കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു കാലത്താണ് ഞാനിത് സീറ്റുകൊന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുസ്തകമാർ തുടങ്ങിയത് ഒരുപക്ഷെ കുറച്ചുകൂടി ഈസിയാണ്. ഞാൻ ചെയ്തതിനേക്കാളും ഈസി ആയിട്ട് അവർ മാനേജ് ചെയ്യാം. ഒരു 10 പുസ്തകം വന്നു, 5 വിറ്റാൽ ബാക്കി 5 ഉണ്ട്. ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പുസ്തകം, എനിക്ക് അറിയില്ലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് പുസ്തകത്തോട് ഇഷ്ടമുണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവർ തുടങ്ങി. എൻ്റെത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ 8 മാസം എടുത്തതൊന്ന് പുറത്തിറക്കാനായിട്ട്. അപ്പോൾ അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ആ കണക്ക്, അതിൻ്റെ പിന്നിലെ ഒരു കാൽക്കുലേഷൻ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി. അതുകൊണ്ടായിരിക്കാം. പുസ്തകങ്ങൾ എപ്പോഴും നമുക്ക്, ഞാൻ ഇന്ന് കുട്ടികളോട് പറഞ്ഞു, നമ്മൾ ഈ പാഠപുസ്തകങ്ങൾക്ക് പുറത്തേക്ക് നമ്മൾ വരണം. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് കോട്ടയത്ത് ഒരു കോളേജിൽ പോയപ്പോഴാണ് മനസ്സിലായത്, ആ യൂണിവേഴ്സിറ്റിയിലെ MBAയുടെ സിലബസ് മാറിയിട്ട് 8 വർഷമായി. ഞാനിത് പറയുമ്പോൾ അവർക്കൊക്കെ എന്നോട് പിണക്കമുണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 8 വർഷം മുമ്പുള്ള സിലബസ് പഠിച്ചിട്ട് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥി, അതും MBAക്കാരൻ, എന്ത് ചെയ്യാനാണ് ഈ നാട്ടിൽ? ലോകം മാറി. 8 സെക്കൻഡ് കൊണ്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും അല്ലേ. അതെ. ആ ലോകത്തേക്ക് അവൻ 8 വർഷം മുമ്പുള്ള സിലബസും പഠിച്ച് പുറത്തിറങ്ങിയിട്ട് അവൻ എന്ത് ചെയ്യാനാണ്? അവൻ എന്ത് ബിസിനസ് ചെയ്യുക? അതുകൊണ്ട് എല്ലാ സിലബസുകളും എല്ലാ സിസ്റ്റങ്ങളും മാറിക്കൊണ്ടേയിരിക്കണം കാലത്തിനനുസരിച്ച്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ആരായി പോകും? നമ്മളൊക്കെ അംബാസഡറുകാരനും നോക്കിയ ഫോൺകാരനും കൊഡാക് ഫിലിംകാരനായി മാറിപ്പോകും. നമ്മുടെ രാഷ്ട്രീയ ചുറ്റുപാടുകൾ പണ്ടേ കുറച്ച് മാറിയിരിക്കുകയും ഇപ്പോഴത്തെ ഒരു ലെവലിലേക്ക് ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നതൊക്കെ നമ്മുടെ കേരളമായി പോയേനെ ഇല്ലേ. അതെ. അതിനുള്ള എല്ലാ സാധ്യതകളും നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ആരെയും കുറ്റം പറയുമല്ല, അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും അതിൽ നിന്ന് മാറി, നമ്മൾ അങ്ങനെ ആയാൽ നമ്മൾ രക്ഷപ്പെടില്ല എന്നൊരു ബോധ്യം ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും എല്ലാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും വന്നിട്ടുണ്ട് എന്നത് നമുക്ക് നല്ലൊരു സൂചനയാണ്.